പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഏപ്രിൽ മാസം 8-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക്. അവൻ്റെ ബലത്തിൻ വലുപ്പത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് വിശ്വസിക്കുന്നതിന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ചാണ്. എന്നെ കേൾക്കുന്നവരെ, ബൈബിൾ നാം ശ്രദ്ധിച്ച് പഠിച്ചാൽ ദൈവശക്തി പല മേഖലയിൽ അല്ലെങ്കിൽ പല വിധങ്ങളിൽ ദൈവശക്തി വെളിപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്, കീഴ്പ്പെടുത്തുന്ന ദൈവശക്തിയെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്, കാത്തിരിക്കുന്നതിന് വേണ്ടി വെളിപ്പെടുന്ന ദൈവശക്തിയെ കാണാൻ പറ്റും. മൂന്നാമത്, വിശ്വസിക്കുന്നതിന് വേണ്ടി വെളിപ്പെടുന്ന ദൈവശക്തിയെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഓരോ വ്യക്തികളെയും രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ പ്രഭാതത്തിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വസിക്കുന്നതിന് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയെക്കുറിച്ചാണ്. ആ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക നിയോഗങ്ങൾ നമ്മിലേക്ക് വെളിപ്പെടേണ്ടതിന് വേണ്ടി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊന്ന് ഓർപ്പിക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരു ബാറ്ററി തറയിൽ കിടന്നാൽ അത് ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ തട്ടിക്കളിക്കാൻ ഉപയോഗിക്കും. എന്നാൽ ആ ബാറ്ററി ഉപയോഗമുള്ളതാണെങ്കിൽ വീട്ടിലെ ക്ലോക്കിലേക്ക് ആ ബാറ്ററി ഇട്ടാൽ ആ ക്ലോക്ക് ആ സമയം മുതൽ ചലിക്കാൻ തുടങ്ങും. ആ വീട്ടിലെ ക്ലോക്ക് ആയിരിക്കും പിന്നെ ആ വീട്ടിലുള്ള എല്ലാവരെയും നിയന്ത്രിക്കാൻ തുടങ്ങുന്നത്. ആ എഴുന്നേൽക്കുന്നതും പുറത്തോട്ട് പോകുന്നതും കിടന്നുറങ്ങുന്നതും എല്ലാം ആ ക്ലോക്ക് ആയിരിക്കും നിയന്ത്രിക്കുന്നത്. അതേസമയം ആ ബാറ്ററി താഴെ കിടന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ തട്ടിക്കളിക്കാനായിട്ട് ഇടയായി തീരും. ചിലവരത് ചിലപ്പോൾ എടുത്ത് ഇടിച്ചു പൊട്ടിച്ച് കളയുന്നത് കാണാൻ പറ്റും. എന്നാൽ ആ ബാറ്ററി ആ ക്ലോക്കുമായി കണക്റ്റ് ആകുമ്പോൾ അതിൻ്റെ പ്രയോജനം വെളിപ്പെട്ട് വരികയാണ്. ഇതേപോലെ വിശ്വസിക്കുന്ന നിങ്ങളിലേക്ക് ദൈവിക നിയോഗത്തെ വെളിപ്പെടുത്തുവാനായിട്ട്, ദൈവിക പദ്ധതികളെ വെളിപ്പെടുന്ന ശക്തിയെക്കുറിച്ചാണ് ഞാൻ ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നത്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന എണ്ണയോ മണ്ണെണ്ണയോ അല്ലെങ്കിൽ പെട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ കൈ തേച്ചാൽ അത് ഇങ്ങനെ കുഴ എന്ന് ഒരിക്കുന്നത് പോലെ തോന്നും നമുക്ക്. എന്നാൽ അത് തീയോട് അടുപ്പിച്ചാൽ അതിൻ്റെ ശക്തി വെളിപ്പെടുന്നത് കാണാൻ പറ്റും, ആണി കത്തുന്നത് കാണാൻ പറ്റും. ഇതേപോലെ നിങ്ങളുടെ പ്രതിസന്ധിയിൽ, നിങ്ങളുടെ വേദനയിൽ, നിങ്ങളുടെ രോഗത്തിൻ്റെ അനുഭവത്തിൽ, മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവിക പദ്ധതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നത്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഈ ശക്തി വ്യാപരിക്കുന്നതാണ്. ഇതിൻ്റെ അളവ് ആർക്കും ഇതുവരെയും വർണ്ണിക്കാൻ പറ്റിയിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു,
വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയെ നാം തിരിച്ചറിയണമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ 1 ശമൂവേൽ 10-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായി ദൈവം തിരഞ്ഞെടുത്ത ശൗലിനോട് പ്രവാചകൻ വിളിച്ചു പറയാണ്, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയവനെ പോലെ ആയിത്തീരുകയും ചെയ്യും. ഈ ശക്തി ഒരാളുടെ മേളിൽ വെളിപ്പെട്ടാൽ അവൻ ആൾ മാറിയവനെ പോലെ ആയിത്തീരും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലവരുടെ മേളിലേക്ക് ദിവ്യശക്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ചിലവരുടെ മേളിലേക്ക് അത്ഭുത വാതിലുകൾ തുറന്നു വരാൻ പോവുകയാണ്. അടഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ ജോലിയുടെ വാതിൽ, നിങ്ങളുടെ ശുശ്രൂഷയുടെ വാതിൽ, നിങ്ങളുടെ നന്മയുടെ വാതിൽ ഇപ്പോൾ ഈ ശക്തിയിൽ തുറന്നു വരുന്നത് കാണാൻ പറ്റും. കാരണം അവൻ്റെ അളവറ്റ ശക്തി ഇതാ വെളിപ്പെട്ട് വരികയാണ്. യഹോവയെ കാത്തിരുന്നവൻ ശക്തിയെ പുതുക്കുമെന്ന് പറഞ്ഞ വചനത്തോടു കൂടെ നിങ്ങൾ ഈ വചനത്തെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ആഴം ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ പ്രവാചകനെ ഇതാ ദൈവം അസ്ഥി താഴ്വരയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയാണ്. അതിൻ്റെ 2-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യം 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. ഈ വചനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രവാചകനെ ഇത് അസ്ഥി താഴ്വരയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ നടുവിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കുന്നത് കാണാൻ പറ്റും. അവ താഴ്വരയിൽ ഏറ്റവും അധികമായിരുന്നു, അത് ഏറ്റവും ഉണങ്ങിയതായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ശരീരഭാഗങ്ങൾ ഉണങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഞരമ്പോ മാംസമോ ഉണങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ അസ്ഥി വേർപെട്ട് ഉണങ്ങിയതിനെ എങ്ങനെ വീണ്ടും ഒരുമിപ്പിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയത്തില്ല. എന്നാൽ എൻ്റെ ദൈവം പറയുന്നു, പ്രവാചകനെ അതിൻ്റെ നടുവിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. 3-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 4-ാമത്തെ വാക്യം, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങി അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. ഈ 2 വാക്യങ്ങളൂടെ നാം ശ്രദ്ധിച്ചാൽ ഒരു സാധ്യതയില്ലാത്ത അസ്ഥി താഴ്വരയിൽ നിന്നുകൊണ്ട് പ്രവാചകനോട് ദൈവം പറയുക, ഈ അസ്ഥികളെ നോക്കി യഹോവയുടെ വചനം പറഞ്ഞു പ്രവചിക്കണം. ആ വചനത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവശക്തി ആ അസ്ഥികളിൽ ജീവൻ കൊണ്ടുവരാൻ വേണ്ടി വ്യാപരിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ പ്രഭാതത്തിൽ ദൈവവചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനശക്തി പാറയെ തകർക്കുന്ന ചുറ്റികലാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചനം ദൈവിക നിയോഗത്തോടെ വെളിപ്പെട്ടാൽ അവൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ വാതിലുകളെ ഈ വചനം തുറന്നു തരാൻ പോവുകയാണ്. ഒന്ന് ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അസ്ഥി സൈന്യമായി എഴുന്നേൽക്കുന്നത് കാണാൻ പറ്റുമെങ്കിൽ ഉണങ്ങിയ അസ്ഥികൾ ഇതാ സൈന്യമായി എഴുന്നേറ്റ് വരികയാണ്. ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ മാസം നിങ്ങളുടെ ജീവിതത്തിനകത്ത് തീർന്നെന്നും തകർന്നെന്നും ഒക്കെ പറയുന്ന ചിലതിനെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. അത്ഭുതം വിശ്വസിക്കണം. എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. ആത്മാവിൽ അതിനെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ മേളിലേക്കും അവരുടെ ബുദ്ധിക്ക് അതീതമായി ദൈവശക്തിയെ വെളിപ്പെടുത്തണമേ. 120 പേർ വഴിയടഞ്ഞ് ഇനി മാർഗമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ മാളിക റൂമിൽ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവരിലേക്ക് വ്യാപരിച്ച ദൈവത്തിൻ്റെ അളവറ്റ ശക്തി, ആ ശക്തിയാണ് ഇതാ അത്ഭുത വാതിലുകളെ തുറന്നു കൊടുക്കുന്നത്, വലിയ വർധനവ്, വലിയ വിടുതലുകളിലേക്ക് വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ 12 വർഷമായി രക്തസ്രാവസ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ഈ ശക്തി അവളെ സൗഖ്യമാക്കി. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തി ഈ പ്രഭാതത്തിൽ ചിലവരെ തൊടാൻ പോവുകയാണ്. ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, അങ്ങയുടെ അളവറ്റ ശക്തി എൻ്റെ മേലിൽ വെളിപ്പെടുത്തണമേ. എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായി ഞാൻ വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചോ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികൾ തുറക്കണമേ, അതിശയങ്ങളെ വെളിപ്പെടുത്തണമേ, ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ചിലവർക്ക് വേണ്ടി അത്ഭുത വാതിലുകളെ തുറക്കുന്ന അങ്ങയുടെ അളവറ്റ ശക്തി വെളിപ്പെടുത്തണമേ. അപ്പാ, കർത്താവ് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും നമുക്ക് സൂമിലെ ആരാധനയുണ്ട്. ഈ സൂമിലെ ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. അടുത്ത ദിവസം കാണുമ്പോഴേക്കും കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.